എങ്ങനെ നോക്കിയാലും അനുകൂല സാഹചര്യം തന്നെയാണ് ഹരിയാനയിൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്രയൊക്കെ വിജയ സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും കോൺഗ്രസ് എന്തുകൊണ്ട് ഇതുപോലെ തൊപ്പിയിട്ടു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിനൊക്കെ തന്നെ ഉത്തരമുള്ളത് തമ്മിൽ തല്ല് കോൺഗ്രസ് ഒരിക്കലും തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നത് തന്നെ. ഒരുപക്ഷെ രാഹുലിനെ പോലൊരു നല്ല നേതാവിനെ ലഭിച്ചത് കൊണ്ട് കോൺഗ്രസ് ഉയർന്ന നിലയിൽ എത്തുകയും ഒരുപാട് സംസ്ഥാനങ്ങളുടെ ഭരണം ഞങ്ങൾക്ക് കീഴിലാവുകയും ചെയ്യുമെന്ന് പല ആളുകളും പ്രതീക്ഷിച്ചെങ്കിൽ പോലും പക്ഷേ ഒക്കെയും തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ഇന്ത്യ എന്ന സഖ്യത്തെ പോലും പിന്നിലാക്കിക്കൊണ്ട് അവിടെ BJP തന്നെ തൻ്റെ തേരോട്ടം തുടർന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ വോട്ടെണ്ണൽ സമയത്ത് ആദ്യം BJPക്ക് എത്രയോ മുകളിലായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ ഹൂഡയുടെ വീട്ടിലൊക്കെ ആഘോഷങ്ങൾ തുടങ്ങുകയും ചെയ്തിരുന്നു. പക്ഷേ ഹരിയാനയും ഇന്ത്യയും തന്നെ ഞെട്ടിച്ചുകൊണ്ട് അവസാനം BJP നല്ല നിലയിൽ ലീഡുകൾ ഉയർത്തുകയും ഒരുപാട് മുമ്പിലേക്ക് കുതിച്ചു പായുകയും ചെയ്തു. അതിനുമപ്പുറം എത്രയൊക്കെ പറഞ്ഞാലും ഏതൊക്കെ സാഹചര്യത്തിലാണെങ്കിലും തീർച്ചയായിട്ടും കോൺഗ്രസിന് വൻ വിജയം തന്നെ ആയിരുന്നു ഹരിയാനയിൽ എന്നായിരുന്നു ഓരോ സർവകളും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെയും തന്നെ പ്രതികരിച്ചിരുന്നത്. കാരണം അവിടുത്തെ ജനങ്ങളുടെ മനസ്സൊക്കെയും കോൺഗ്രസിനോടൊപ്പമാണെന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കുകയും അതോടെ ഹൂഡ അടുത്ത മുഖ്യമന്ത്രിയാണെന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെയും വരികയും ഒരുപക്ഷെ വിജയാഘോഷത്തിൽ മതിമറക്കുകയും ചെയ്തിരുന്നു. അതിലുമുപരി വോട്ടെണ്ണൽ തുടങ്ങിയ സമയം മുതൽ ഹൂഡയുടെ വീട്ടിൽ വിജയാഘോഷങ്ങളൊക്കെയും തന്നെ തുടങ്ങിയിരുന്നു. പക്ഷേ അവസാനം കാര്യങ്ങളൊക്കെയും തന്നെ കൈവിട്ട് പോവുകയും അവസാനം BJP കയറി വരികയും ചെയ്തു. ഒരുപക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹരിയാന എന്നത് വളരെയധികം വിഷമം തോന്നിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും. മറ്റ് പലയിടങ്ങളിലും BJPക്ക് പരാജയങ്ങൾ ഉണ്ടായെങ്കിലും ഹരിയാനയിലെ തോൽവി മാത്രം കോൺഗ്രസിന് നല്ല ക്ഷീണം നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും ഹരിയാനയിൽ BJPയുടെ ഓരോ കോട്ടകളും ഇളക്കി മറിക്കാൻ തകിടം മറിക്കാൻ തങ്ങളെ കൊണ്ടാവുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെ ആയിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത്. പക്ഷേ എല്ലാ പ്രതീക്ഷകളെയും കാറ്റിൽ പറത്തി ഹരിയാനയിൽ BJP തന്നെ കേവല ഭൂരിപക്ഷത്തിനടുത്തെത്തി എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ മുൻകാലങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ നില മെച്ചപ്പെട്ടതാണെങ്കിൽ പോലും ഒരുപക്ഷെ ഈ സാഹചര്യങ്ങളൊക്കെയും തന്നെ കോൺഗ്രസിന് അനുകൂല തരംഗം ഉണ്ടാക്കുമെന്ന് എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുകയും വിധി എഴുതുകയും ചെയ്തതാണ്. പക്ഷേ എല്ലാത്തിനെയും പാടെ മാറ്റിമറിച്ചുകൊണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ തന്നെ പ്രതീക്ഷകളൊക്കെയും തന്നെ അസ്തമയത്താക്കിക്കൊണ്ട് BJPയുടെ തിരിച്ചുവരവ് എല്ലാവരെയും തന്നെ ഞെട്ടിച്ചിരിക്കുന്നു. എന്തു തന്നെയായാലും ഇനി BJP സർക്കാർ രൂപീകരിക്കുമോ അതോ മറ്റു പല ട്വിസ്റ്റുകളും അവിടെ നടക്കുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.